ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മൾ കുറേ നാൾക്ക് ശേഷം വ്ളോഗുമായിട്ട് വന്നിരിക്കുവാണ്. യെസ്, നിങ്ങളെല്ലാവരും കാണാൻ വെയിറ്റ് ചെയ്തിരുന്ന വ്ളോഗാണ് ഇത്. സോ കുറേ ഡ്യൂറേഷൻ ഉള്ളത് കൊണ്ട് പാർട്സ് ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. സോ അങ്ങനെ ഫൈനലി ഇറ്റ്സ് ഹാപ്പനിങ്. ഇന്നാണ് ദ ബിഗ് ഡേ. അപ്പോൾ ഇത് രാവിലെ ഒരു 5 മണിയാണ് കേട്ടോ. വിദ്യയും അരുൺചേട്ടനും രാവിലെ വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് റെഡിയായിട്ടിരുന്ന സമയം കൊണ്ട് നമ്മുടെ അൻഷ മേക്കപ്പ് ആർട്ടിസ്റ്റ് എത്തി കേട്ടോ, വീട്ടിലെത്തി. അൻഷയുടെ ഇൻസ്റ്റഗ്രാം പേജ് ഗ്ലാം ബൈ അൻഷ എന്നാണ് കേട്ടോ. അൻഷ ഞാനുമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് മുമ്പ് കോൺടാക്ട് ചെയ്തിരുന്നു, പക്ഷെ നമുക്കതിനുള്ള ഒരു സാഹചര്യം ഒത്തു വന്നില്ല. പിന്നെ ഇതിനെക്കാട്ടിലും ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഇല്ല കൊളാബറേറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെയാണ് നമ്മൾ അൻഷയെ കോൺടാക്ട് ചെയ്ത് ഈ ഒരു ദിവസത്തേക്ക് അൻഷയെ ഫിക്സ് ചെയ്യുന്നത്. ഞങ്ങൾ കുറച്ച് റെഫറൻസ് ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് രാവിലെ 4:30 റെഡി ആയതാണ് കേട്ടോ. ആളുടെ എക്സൈറ്റ്മെന്റ് ഉണ്ടോ, കല്യാണം തലേന്ന് ഉറങ്ങിയിട്ടില്ല കേട്ടോ പുള്ളിക്കാരി, പാവം. അങ്ങനെ നിൽക്കുകയാണ്. നല്ല പനി ഉണ്ടായിരുന്നു നാദുവിന്. എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. എനിക്ക് തോന്നുന്നു വിദ്യയ്ക്ക് അരുൺചേട്ടനുള്ള കണ്ണ് മൊത്തം കിട്ടിയത് നാദുവിനാണെന്ന് തോന്നുന്നു കേട്ടോ. ഭയങ്കര പനിയായിരുന്നു. എന്നിട്ടും ആൾ എക്സൈറ്റഡ് ആയിട്ട് റെഡി ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. സോ ഞാൻ പറഞ്ഞു വന്നത്, അൻഷയ്ക്ക് നമ്മൾ കുറച്ച് റെഫറൻസ് പിക്ചേഴ്സ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. വിദ്യയ്ക്ക് എങ്ങനെയാണ് ഹെയർ സ്റ്റൈൽ ചെയ്യേണ്ടത്, സാരി, മേക്കപ്പ് ഒക്കെ എങ്ങനെ വേണം എന്നുള്ളത് നിങ്ങൾ കൊടുത്ത റെഫറൻസ് പോലെയാണ് നമുക്ക് ചെയ്തു തന്നത് കേട്ടോ. നാദു റെഡിയായി വന്നത് കണ്ടപ്പോൾ തന്നെ കൊച്ചുബേബിക്കും ഡ്രസ്സപ്പ് ചെയ്യണം എന്നുള്ള ഒരു വാശിയില്ല കേട്ടോ. പിന്നെ ആൾ ഇങ്ങനെ പുറകെ നടക്കുമായിരുന്നു, റെഡിയാക്കണം എന്ന് പറഞ്ഞു. എന്തായാലും തലേ ദിവസം തന്നെ അനുവും ഞാനും ഒട്ടും ഉറങ്ങിയിട്ടില്ല. ചിക്കു കുറച്ചു നേരം ഉറങ്ങി, ചിക്കു എണീറ്റ് വന്നു. അനു ബിസിയാണ്, വ്ളോഗ് ഷൂട്ടിങ്ങിന് ബിസിയാണ്. ഇതൊക്കെ അപ്ലോഡ് ചെയ്യുമോ എന്തോ അറിയത്തില്ല, പക്ഷെ എന്തായാലും തകർത്ത് വ്ളോഗ് എടുക്കുന്നുണ്ട് ആള് കേട്ടോ. എന്തായാലും ഇന്നത്തെ ദിവസം എന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ലെൻസ് മാൻ എന്ന് വിളിക്കാം. കാരണം ആ വീട്ടില് വിദ്യയ്ക്കും അർജുൻ ചേട്ടനും ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ലെൻസ് വെച്ച് കൊടുത്തത് ഞാനാണ് കേട്ടോ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, സ്വന്തമായിട്ട് ലെൻസ് വെക്കാൻ ഞാൻ കിടന്ന് കരഞ്ഞ് കാല് പിടിച്ച് അർജുൻ ചേട്ടനൊക്കെ ഹെൽപ്പ് ചെയ്ത് വെക്കുന്ന ആ ഒരു ഇൻസിഡൻറ്റ് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ ഞാനിപ്പോൾ ഡെവലപ്പായി സ്വന്തമായിട്ടും എനിക്ക് തകേന്ന് ലെൻസ് വെക്കാൻ പറ്റും, വേറൊരാൾക്കും വെച്ചു കൊടുക്കാൻ പറ്റും. ആ ലെവലിൽ ഞാൻ പുരോഗമിച്ചിരിക്കുന്നു. യെസ്. അങ്ങനെ അനുവിനും ചിക്കുവിനും ഞാൻ ലെൻസ് വെച്ച് കൊടുത്തതിന് ശേഷം കൊച്ചു ബേബിയെ റെഡിയാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. കൊച്ചു ബേബിയെ ഡ്രസ്സപ്പ് ചെയ്യണ പാട്ടിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം കുറേ നാൾ ആലോചിച്ച് കണ്ടുപിടിച്ച് ഞാനൊരു നമുക്ക് ഇമാജിനേഷൻ ഉണ്ടാവുമല്ലോ ഇങ്ങനെ റെഡിയാക്കണം എന്നൊക്കെ. അങ്ങനെ വിചാരിച്ച് തയ്പ്പിച്ചെടുത്തൊരു കോസ്റ്റ്യൂമും ആ ഒരു ലുക്കൊക്കെ ഇങ്ങനെ തന്നെ കൊണ്ടുവരണം എന്ന് ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്തിരുന്നതാണ്. പക്ഷെ റെഡിയാക്കി വന്നപ്പോഴുണ്ടല്ലോ, ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും ഒരു 10 ടൈംസ് അടിപൊളിയായിട്ട് എനിക്ക് കൊച്ചു ബേബി വന്നതുപോലെ തോന്നി. പക്ഷേ എനിക്ക് പിക്ചേഴ്സ് അങ്ങനെ ഒന്നും ക്ലിക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം കൊച്ചുകുട്ടിയല്ലേ, അത് വേറൊരു ലോകത്തായിരുന്നു. അപ്പം ഫോട്ടോസിന് പോസ്റ്റ് ചെയ്യാൻ അങ്ങനെ ഒരു മൈൻഡൊന്നും ഇല്ലായിരുന്നു കൊച്ചു ബേബിക്ക്. ഇപ്പം കാണുന്ന കുറച്ച് വിഷ്വൽസ് ഒക്കെ ഉള്ളു കേട്ടോ ആളുടെ ബ്യൂട്ടി എങ്ങനെയായിരുന്നു എന്നുള്ളത് നിങ്ങളെ കാണിക്കാനായിട്ട്. അപ്പം ഞാൻ തലേദിവസം തന്നെ മാഗ്മയില്ലേ അവിടെ പോയിട്ട് ഒരു ഫോൾസ് ഹെയർ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ലൈറ്റ് വെയിറ്റ് ആയിട്ട് കൊച്ചു ബേബിക്ക് താങ്ങാൻ പറ്റുന്ന ഒരു വെയിറ്റിൽ തിരുപ്പനൊക്കെ വാങ്ങിച്ച് അങ്ങനെ ഞാൻ നീട്ടി പിന്നി കുറച്ച് ലെങ്ത് കൂടിപ്പോയി. അപ്പം ഞാനത് കട്ട് ചെയ്ത് കുറച്ചിട്ടാണ് മോക്ക് ഹെയർ സ്റ്റൈൽ ചെയ്ത് കൊടുത്തത്. ഇത് കണ്ടപ്പോൾ തൊട്ട് കൊച്ചേബി ചോദിക്കുകയാണ്, എനിക്ക് ബിഗ് മുടി വേണം എന്ന് കേട്ടോ. ഭയങ്കര റെഡിയാവാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഈ ഒരു സാരി ഞാൻ എടുത്ത് നമ്മുടെ പോത്തീസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തത്? അതിന്റെ ഫൈനൽ ലുക്കാണ് കേട്ടോ. ബ്ലൗസ് ശകലം ലൂസ് ഉണ്ടായിരുന്നു, പക്ഷെ ഞാനത് പിന്ന് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുത്തു കേട്ടോ. എന്തായാലും ബാക്കി ആ പാവാട പ്ലീറ്റ്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് ദാവണി ഉടുക്കുക എന്നുള്ള സെറ്റപ്പാണ്. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലും കൊച്ചുബേബി ഇങ്ങോട്ടാണ് കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത്. എനിക്ക് പൂ വെക്കണം, എനിക്ക് കണ്ണെഴുതണം, എനിക്ക് ലിപ്സ്റ്റിക് ഇടണം, എനിക്ക് വള ഇടണം, മാല ഇടണം എന്നൊക്കെ ഇങ്ങോട്ടാണ് ഡിമാൻഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരുങ്ങാൻ അത്രമാത്രം ഇഷ്ടമാണ് ആൾക്ക്. ആസ് യൂഷ്വൽ എനിക്കൊരു ചോക്കറുണ്ട്, ഞാൻ കല്യാണത്തിന് ഇട്ടിരുന്നത്. അതാണ് എപ്പോഴും കൊച്ചു ബേബിക്ക് ഉഡിയാനായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അത് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. ഭയങ്കര ഭംഗിയാണ് അത് ഇട്ട് കഴിയുമ്പോഴത്തേക്ക്. എന്തായാലും ഇന്ന് കണ്ണെഴുതി കൊടുക്കാൻ അനുവേ എഴുതി കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. വേറെ ആരെയും കൊണ്ട് എഴുതാൻ അനു സമ്മതിക്കില്ല. അനു തന്നെ എഴുതുള്ളൂ. ഈ വീട്ടിലെ വിങ്ഡ് ഐലൈനറിന്റെ എക്സ്പേർട്ടാണ് അനു കേട്ടോ. അപ്പം അനുവിന് നിന്ന് കൊടുക്കുകയും ചെയ്യും കൊച്ചുബേബി കണ്ണെഴുതാനായിട്ട്. അതുപോലെ വളരെ ഫാസ്റ്റായിട്ട് അനു കണ്ണെഴുതുകയും ചെയ്യും. ഇന്ന് ചിക്കുവിനും ഒക്കെ കണ്ണെഴുതി കൊടുത്തത് അനുവാണ് കേട്ടോ. അപ്പം മോളെ റെഡിയാക്കി ബാക്കി ആക്സസറീസ് ഒക്കെ ഇടുന്ന ആ ഒരു സമയം കൊണ്ട് അപ്പുറത്ത് വിദ്യ തകർത്ത് റെഡിയായിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. അങ്ങനെ ഈ വീട്ടിൽ ഫസ്റ്റ് നാദു റെഡിയായി. സെക്കൻഡ് റെഡിയാവുന്ന ആള് കൊച്ചു ബേബിയാണ് കേട്ടോ. വിദ്യയ്ക്ക് ഇനി ഹെയറും കൂടെ ചെയ്യണം, പിന്നെ സാരി ഡ്രൈപ്പിംഗ്, അത്രയൊക്കെ ഉള്ളൂ. മേക്കപ്പ് ഓൾമോസ്റ്റ് ഫിനിഷ് ആയി കഴിഞ്ഞു. അങ്ങനെ ഇതാണ് കൊച്ചു ബേബിയുടെ ഫൈനൽ ലുക്ക്. ഇതിന്റെ കൂട്ടത്തിൽ പൂവും കൂടെ വരും കേട്ടോ. എന്തായാലും എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ കൊച്ചു ബേബിയുടെ ലുക്ക് എന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ പറയണം. ഇൻസ്റ്റാഗ്രാമിലൊക്കെ എനിക്ക് നല്ല കമന്റ്സ് ഒക്കെയാണ് കിട്ടിയത് കൊച്ചു ബേബി റെഡി ആയതിനെ പറ്റി കേട്ടോ.
അൻഷയുടെ മറ്റൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. വന്ന് ടക്ക് ടക്ക് ടക്കേന്ന് അങ്ങ് മേക്കപ്പും ചെയ്ത് ഹെയർ ചെയ്ത് സാരി ഡ്രേപ്പിംഗ് ഒക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട്. എനിക്ക് ആക്ച്വലി ഡൗട്ട് ഉണ്ടായിരുന്നു ഇത്ര പെട്ടെന്ന് കഴിയോ, ടൈമിന് കഴിയോ എന്നൊക്കെ ഉള്ളത്. പക്ഷെ ആ പുള്ളിക്കാരി എക്സ്പ്രസ് ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ ലെൻസ്മാൻ്റെ അടുത്ത ജോലി നമ്മുടെ കല്യാണ ചെറുക്കന് ലെൻസ് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ്. എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ ആ ഒരു എക്സ്പീരിയൻസ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഗ്രൂമിനെ റെഡിയാക്കുന്നത്. അപ്പോൾ അരുൺചേട്ടൻ പിന്നെ ജന്മനാ സുന്ദരനായതുകൊണ്ട് എന്നെ പോലെ മേക്കപ്പിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഒരു ലെൻസ് മാത്രം വെച്ചാൽ മതിയായിരുന്നു. അപ്പോഴത്തേക്ക് ആള് സൂപ്പർ ഗ്ലാമറായി കേട്ടോ. ആകെ ഒരു കൺഫ്യൂഷൻ മെറൂൺ ഷർട്ട് ഇടണോ ക്രീം ഷർട്ട് ഇടണോ എന്നുള്ളതായിരുന്നു കേട്ടോ. അപ്പം മെറൂണിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ ടു മെനി വോട്ട്സ് കിട്ടിയത് ക്രീം ഷർട്ടിനായിരുന്നു. അതുകൊണ്ട് ഈ ഒരു സെഷന് ശേഷം അരുൺചേട്ടൻ പോയിട്ട് ക്രീം ഷർട്ട് ഇട്ടിട്ട് വന്നു കേട്ടോ. നാഥുവിന് ഈ ധാവണിയും കൂടെ ഇനി ഫിക്സ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഹെൽപ്പ് ചെയ്ത് കൊടുത്തു. അല്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് മൊമെന്റ് ടൈം കിട്ടില്ലല്ലോ. അപ്പം ഇതെനിക്ക് തോന്നുന്നു വിദ്യ പോത്തീസ് വാങ്ങിച്ചതാണ് കേട്ടോ നാഥുവിൻ്റെ ഡ്രസ്സ്. ഞങ്ങളെല്ലാവരും ഇവിടെ തകർത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ഉറങ്ങി എണീക്കാൻ പോകുന്നേ ഉള്ളൂ. അതാ കല്യാണ പയ്യൻ ചെന്ന് അനിയനെ വിളിച്ചുണർത്താൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ അർജുൻ ചേട്ടനും എഴുന്നേറ്റ് വന്നു. അർജുൻ ചേട്ടന് കൊച്ചുബയുടെ ലുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്നെ ഭയങ്കര അപ്രീഷിയേറ്റ് ഒക്കെ ചെയ്തായിരുന്നു. സൂപ്പറായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. ആക്ച്വലി നമ്മൾ ഈ ധാവണിയിൽ വന്നെത്താൻ കാരണം നമ്മൾ ആദ്യം കല്യാണം പ്ലാൻ ചെയ്തിരുന്നത് നമ്മുടെ തിരുനെൽവേലി ശങ്കരൻ കോവിൽ സൈഡിലായിരുന്നു. അപ്പം അങ്ങനെയാണ് ഈ ഒരു തമിഴ് സെറ്റപ്പ് കോസ്റ്റ്യൂമൊക്കെ ആക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ പെട്ടെന്ന് പ്ലാൻ മാറ്റിയാണ് നമ്മൾ ഇവിടെ തന്നെ ഫിക്സ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചത്. പിന്നെ നമ്മൾ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാൻ പോയില്ല എന്നുള്ളതാണ് സത്യം. നമ്മുടെ ബ്രൈഡിൻ്റെ സാരി ഡ്രേപ്പിംഗ് ഓൾമോസ്റ്റ് കഴിയാറാണ്. എനിക്ക് വിദ്യയുടെ സാരിയുടെ കളർ കോമ്പിനേഷൻ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ്. ഗ്രീൻ എന്ന് പറഞ്ഞാലേ എനിക്ക് വളരെ ഇഷ്ടമാണ്. അതിൻ്റെ കൂടെ ഗ്രീനും മെറൂണും കൂടെ പറയുമ്പോൾ ബിങ്കോ. വിദ്യക്ക് നല്ല ചേരുന്നുണ്ടായിരുന്നു ഈ ഒരു സാരി. ഇതും പോത്തീസ് തന്നെയാണെന്ന് തോന്നുന്നു വിദ്യ പർച്ചേസ് ചെയ്തത്. അതുപോലെ വിദ്യ ബ്ലൗസിൽ കൊടുത്തിരിക്കുന്ന സിമ്പിൾ ഡിസൈൻസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ടൂ മച്ച് ഡിസൈൻസ് ബ്ലൗസിൽ വരുന്നതിനോട് എനിക്ക് അങ്ങനെ വലിയൊരു താല്പര്യമില്ല. അപ്പോൾ ഈ ഒരു ടൈപ്പ് കുട്ടി കുട്ടി ബീഡ്സ് ഒക്കെ കൊടുത്തേക്കുന്നതൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനി ആശമ്മയൊക്കെ റെഡി ആവാൻ വേണ്ടി പോവുകയാണ്. കൊച്ചുബേബിയുടെ ലുക്ക് കൊച്ചുബേബി എല്ലാവരെയും കൊണ്ട് കാണിക്കുവാണ് കേട്ടോ. കൊച്ചുബേബിയുടെ മുടി, പാവാട, ഷോള് ഇതൊക്കെ എല്ലാവരെയും കൊണ്ട് കാണിക്കുകയാണ്. ഈ സമയത്തൊക്കെ കൊച്ചുബേബി വല്യമ്മയോട് പറയുന്നതാണ് കേട്ടോ, വല്യമ്മ പെട്ടെന്ന് റെഡിയാവാം, നമുക്ക് അച്ഛൻ്റെ കല്യാണത്തിന് പോവാം. പെട്ടെന്ന് റെഡിയായി അച്ഛൻ്റെ കല്യാണത്തിന് കൊണ്ടുപോവാം എന്ന് പറയുകയാണേ കൊച്ചുബേബി. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിച്ചിരുന്നില്ലേ, ഞാൻ ഒരു കൺഫ്യൂഷനിലാണ്. ഒരു മാമ്പഴ കളർ സാരി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇടണോ ഈ ഒരു മെറൂൺ സാരി ഇടണോ എന്നൊക്കെ ഇങ്ങനെ കൺഫ്യൂഷനിലായിരുന്നു ഞാൻ. ഇതിൽ ഞാൻ ഏത് സെലക്ട് ചെയ്യും എന്നൊക്കെ ഞാൻ ഇതിന് മുന്നുള്ള വ്ളോഗിൽ ഞാൻ ചോദിച്ചിരുന്നു. അങ്ങനെ ഞാൻ ഇത് തന്നെ ഡിസൈഡ് ചെയ്തു കേട്ടോ. ഈ ഒരു സാരി ഞാൻ ലാസ്റ്റ് മിനിറ്റ് പോത്തീസിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ട് വാങ്ങിക്കുന്നതാണ്. ഇതിന് 999 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ. ആ പ്രൈസിനെക്കാട്ടിലൊക്കെ മേളിൽ ഒരു ബ്യൂട്ടി എനിക്ക് ഈ സാരിക്ക് തോന്നി. പിന്നെ ഞാൻ ഇതിൻ്റെ ആക്സസറീസ് കൊല്ലം സുപ്രീം എന്നാണ് വാങ്ങിച്ചത് കേട്ടോ. ഇത് കണ്ടാൽ നല്ല കുറച്ച് എക്സ്പെൻസീവായിട്ട് ഫീൽ ചെയ്യുമെങ്കിലും ഇതിന് ജസ്റ്റ് 300 റുപ്പീസേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. സെറ്റ് കമ്മലും മാലയും കൂടെ ആയിട്ട്. അങ്ങനെ വളരെ മിനിമൽ രീതിയിലാണ് എനിക്ക് എൻ്റെ ഔട്ട്ഫിറ്റൊക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റിയത്. ഇതാണ് അർജുൻ ചേട്ടൻ്റെ ഔട്ട്ഫിറ്റ്. അർജുൻ ചേട്ടൻ നമ്മുടെ അറ്റയർ ബൈ ചാംസ് ട്രിവാൻഡ്രത്തുള്ളവർക്കെല്ലാം അറിയായിരിക്കും. അവിടെ നിന്നാണ് ഈ ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്തെടുത്തത്. എനിക്ക് ആദ്യം ആക്ച്വലി അർജുൻ ചേട്ടൻ ഇങ്ങനെ ഈ ഫ്ലോറൽ ഇടുന്നതോടെ എനിക്ക് എതിർപ്പുണ്ടായിരുന്നേ. എനിക്ക് അർജുൻ ചേട്ടൻ കുറച്ച് ട്രഡീഷണൽ ആയിട്ടൊക്കെ ഡ്രസ്സപ്പ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ എന്താണെന്ന് അറിയാം, ഇത് പറയാത്ത ആൾക്കാരില്ല. അർജുൻ ചേട്ടൻ്റെ ഔട്ട്ഫിറ്റ് അടിപൊളി എന്ന് പറയാത്ത ആൾക്കാരില്ല കേട്ടോ. അങ്ങനെ ഓരോ പ്രാവശ്യം കമൻറ്റ് വരുമ്പോഴും അർജുൻ ചേട്ടൻ എൻ്റെ മുഖത്തോട്ട് നോക്കുമായിരുന്നേ, ഞാൻ ചമ്മിയിരിക്കുന്നത് കാണാനായിട്ട്. എനിക്ക് അർജുൻ ചേട്ടൻ ഒരു മെറൂൺ സിൽക്ക് ഷർട്ടോ അങ്ങനെ എന്തെങ്കിലും ഇടണം എന്നൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു അർജുൻ ചേട്ടൻ പറഞ്ഞായിരുന്നു കറക്റ്റ്. എല്ലാവർക്കും അർജുൻ ചേട്ടൻ്റെ ഔട്ട്ഫിറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ഡേ നമ്മുടെ ബ്രൈഡ് റെഡി ആയി കഴിഞ്ഞു. എനിക്ക് പറയാൻ വാക്കുകളില്ല കേട്ടോ. ഞങ്ങൾ കൊടുത്തിരുന്ന റെഫറൻസ് എന്തായിരുന്നോ അതിനെക്കാട്ടിലും ഒരു 100 ടൈംസ് മേളിലാണ് അൻഷ നമുക്ക് വേണ്ടി ചെയ്തു തന്നത്. സൂപ്പർ ഹാപ്പി. ആൻഡ് എനിക്ക് വളരെയധികം കൊതി തോന്നി കേട്ടോ. അൻഷ എന്നെ ഒന്ന് മേക്ക് ഓവർ ചെയ്യണം എന്ന് എനിക്ക് ആ ഒരു സമയത്ത് എനിക്ക് തോന്നി. എന്തായാലും നെക്സ്റ്റ് ടൈം ആവട്ടെ ഇങ്ങനെ ഒരു വർക്ക് ഒന്നും കൂടെ ചെയ്യാനായിട്ടൊരു ഭാഗ്യം എനിക്ക് കിട്ടട്ടെ എന്ന് ഞാനിങ്ങനെ വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വിദ്യയുടെ ലുക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളതും കൂടി വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം. എനിക്ക് നല്ലൊരു സുന്ദരി കുട്ടിയായിട്ട് തോന്നി വിദ്യ കണ്ടപ്പോഴത്തേക്കും. ആൻഡ് യെസ്, അരുൺ ചേട്ടൻ ഷർട്ട് ചേഞ്ച് ചെയ്ത് ക്രീം ഷർട്ട് ഇട്ട് റെഡിയായി വന്നു. ഞങ്ങൾക്കിനി പൂവൊക്കെ കൂടെ വെച്ചാൽ മതിയായിരുന്നു കേട്ടോ. ഈ ഒരു ടൈം കൊണ്ട് അരുൺ ചേട്ടനും വിദ്യയും കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തു. ഞങ്ങൾക്ക് ഫോട്ടോസൊക്കെ എടുത്തിരുന്നത് അനുജിത്ത് രാജശേഖരനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വ്ളോഗ് കണ്ട് ആൾ നല്ല ഫെമിലിയർ ആയിരിക്കും. അനുജിത്താണ് ഫോട്ടോഗ്രാഫി ചെയ്യുന്നത്. ആൻഡ് വീഡിയോ
നമ്മൾ കവർ ചെയ്യാൻ ഏൽപ്പിച്ചത് ഷിഖിലിനെയാണ് കേട്ടോ. അപ്പോൾ ഷിഖിലിൻ്റെ കയ്യിൽ നമുക്ക് ഒറിജിനൽ വെഡ്ഡിങ് പ്രോപ്പർ വീഡിയോ കിട്ടാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇതിൻ്റെ അകത്ത് കുറച്ച് അവരെടുത്ത കുറച്ച് വിഷ്വൽസൊക്കെ ഞാൻ വ്ളോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് എത്രമാത്രം ആ ഒരു വെഡ്ഡിങ് ഫീൽ കിട്ടും എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ പ്രോപ്പർ വീഡിയോ കിട്ടുമ്പോഴത്തേക്കും ഞാൻ ഉറപ്പായിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് അനുവിന് ധാവണിയൊക്കെ സെറ്റ് ചെയ്യണമായിരുന്നു. ചിക്കുവിന് ഞാൻ നേരത്തെ ഉടുപ്പിച്ചു കൊടുത്തു. അനുവിനാണ് ലാസ്റ്റ് ധാവണിയൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തത്. നമ്മൾ നല്ല ലേറ്റ് ആവുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് കല്യാണത്തിന് ടൈം തന്നിരിക്കുന്നത് 9 to 9:30 ആണ്. അപ്പോൾ നമ്മൾ റെഡിയായി വരുമ്പോഴത്തേക്കും ടൈം പോകുന്നത് ആക്ച്വലി അറിയുന്നില്ലായിരുന്നു. ഇതിൽ സംഭവിച്ചാൽ നമ്മൾ പോകുന്ന വഴിക്കാണ് ഹാരമൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ 2 ടീമായിട്ട് സ്പ്ലിറ്റപ്പ് ചെയ്തു. ഞാനും അരുൺ ചേട്ടനും വിദ്യയും കൊച്ചുബേബിയും കൂടെ ഒരു കാറിൽ കയറി. പിന്നെ അനുജിത്തും നമ്മുടെ കുട്ടി പട്ടാളം ടീംസ് അനു, ചിക്കു, നാദു ഇവരെല്ലാവരും കൂടെ ഒരു കാറിൽ കയറി. അവർ വരുന്ന വഴിക്ക് ഹാരം കളക്ട് ചെയ്ത് വന്നോളാം എന്ന് പറഞ്ഞു കേട്ടോ. ഞങ്ങൾ ആദ്യം ഈ ഒരു കല്യാണത്തിനെ പറ്റി സംസാരിക്കുമ്പോഴൊക്കെ എല്ലാവരും ഒരേ കളർ തീമൊക്കെ ഫോളോ ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിരുന്നെങ്കിലും ലാസ്റ്റ് മിനിറ്റ് ഇത് വളരെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് ഒരു ഡേറ്റും ഒക്കെയാണ് കേട്ടോ. നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇരുന്ന് നമുക്ക് അതിനുള്ള സാവകാശമൊന്നുമില്ലായിരുന്നു. വളരെ ക്വിക്കായിട്ട് ഡിസൈഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ആ കളർ സ്കീം ഒന്നും കൊണ്ടുവരാൻ പറ്റിയില്ല. ഓരോരുത്തർ അവർക്ക് ഇഷ്ടപ്പെടുന്ന കളേഴ്സൊക്കെയാണ് തന്നെയാണ് ഇട്ടത്. പക്ഷേ ഫൈനലി എല്ലാവരും കൂടെ നിന്ന് കാണുമ്പോൾ വളരെ കളർഫുള്ളായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് അല്ലാതെ റെഡിയായത് തന്നെയായിരുന്നു ഇത്തവണത്തെ ബ്യൂട്ടി എന്ന് ഞാൻ മനസ്സിലാക്കി കേട്ടോ. എല്ലാ തവണയും അങ്ങനെ എല്ലാവരും മാച്ചായിട്ടൊന്നും ഇരിക്കണമെന്നില്ല. ഡിഫറെൻറ്റ് ഡ്രസ്സ് ആണെങ്കിലും ഒരു സിങ്കൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ക്രിയേറ്റ് ആയി വരും എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ നമുക്ക് പോകാൻ സമയമായി. ഞങ്ങളൊക്കെ ഫുള്ളി എക്സൈറ്റഡ് ആണ്. എല്ലാവരും റെഡിയായി. ഇനി നേരെ പോയാൽ മതി. ഞങ്ങൾ കല്യാണത്തിന് സെലക്ട് ചെയ്ത വെന്യൂ നമ്മുടെ ശ്രീകാര്യത്ത് പുളിയാർക്കോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമായിരുന്നു കേട്ടോ. ഈ അമ്പലം ഞങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത്, ഞാനിതിനു മുന്നേ പോയിട്ടേ ഇല്ല, നമ്മുടെ ശംഖുമുഖത്തുള്ള അമ്പാടി പോറ്റിയാണ് നമുക്ക് ഈ ഒരു അമ്പലം പറഞ്ഞു തരുന്നത്. അവിടെ ആ ഒരു വെന്യൂ നമുക്ക് ശരിയാക്കി തരുന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ഈ ഒരു വെന്യൂ കല്യാണത്തിന് വേണ്ടി ഡിസൈഡ് ചെയ്തത്. ഇവിടെ നിന്ന് വിഷ്വൽസിൽ കാണുന്ന ഒരു കളർ ഡിഫറൻസ്, അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞത് കുറച്ചൊക്കെ എൻ്റെ ഐഫോണിൽ ഷൂട്ട് ചെയ്തത്, കുറച്ചൊക്കെ പ്രൊഫഷണൽ ക്യാമറയിൽ ഷൂട്ട് ചെയ്തതും കൂടിയാണ്. അപ്പം നിങ്ങൾക്ക് ഈ വ്ളോഗിൽ ഞാൻ പിന്നെ അങ്ങോട്ട് എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ അധികം എൻ്റെ ഫോണിൽ അങ്ങനെ വിഷ്വൽസ് ഒന്നും എടുത്തിരുന്നില്ല. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കംപ്ലീഷൻ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ക്യാമറ ടീമിൽ നിന്ന് വിഷ്വൽസ് കളക്ട് ചെയ്തിട്ട് വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്തത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു കളർ ഡിഫറൻസ് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഈ വീട് നമുക്ക് തന്ന ലാസ്റ്റ് ബെസ്റ്റ് മെമ്മറി ഈ ഒരു കല്യാണം തന്നെയാണ് കേട്ടോ. ഈ ഒരു ബിഗ്ഗസ്റ്റ് ഹാപ്പി ന്യൂസ് ആണ് ഈ വീട്ടിൽ നിന്ന് നമുക്ക് ലാസ്റ്റ് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വലിയൊരു മെമ്മറി. അപ്പം നിങ്ങൾക്ക് എല്ലാവരുടെയും ഔട്ട്ഫിറ്റ്സ് ഒക്കെ ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് കൂടി വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം. ഞങ്ങൾക്ക് എല്ലാവർക്കും അൻഷയുടെ അടുത്ത് എത്ര താങ്ക്സ് പറഞ്ഞിട്ട് മതിയാവുന്നില്ലായിരുന്നു. അത്രയൊരു ബ്യൂട്ടിഫുൾ വർക്കാണ് അൻഷ നമുക്ക് വേണ്ടി ചെയ്യുന്നത്. എല്ലാവരും സൂപ്പർ ഹാപ്പി ആയിരുന്നു വിദ്യ റെഡി ആയാൽ. സോ ഒന്നും കൂടെ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡിന് വേണ്ടിയിട്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം പേജിൽ ചെക്ക് ചെയ്ത് നോക്കാം, ഗ്ലാം ബൈ അൻഷ. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങളുടെ ബിഗ് ഡേ കുറേ കൂടെ ബ്യൂട്ടിഫുൾ ആക്കാൻ നിങ്ങൾക്ക് അൻഷയെ ട്രസ്റ്റ് ചെയ്താൽ പറ്റും കേട്ടോ. വലിയ പ്ലാനിങ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ഷോർട്ട് ടൈമിൽ പ്ലാൻ ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങൾക്ക് എപ്പോഴും ഭംഗി കൂടും എന്ന് പറയുന്നത് വളരെ ശരിയാണ് കേട്ടോ. ഒരുപാട് വെയിറ്റ് ചെയ്ത് ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്തൊക്കെ ഒരു ഇവൻറ്റ് പ്ലാൻ ചെയ്യുന്നതിനെക്കാട്ടിലും എത്രയോ വളരെ ക്യാൻഡിഡായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഈ ഒരു കല്യാണം. ബിക്കോസ് എനിക്ക് തോന്നുന്നു ഒരാഴ്ച കഷ്ടിച്ച് എടുത്തോ എന്നുള്ളത് എനിക്കറിയില്ല. ഇതിൻ്റെ പ്ലാനിങ്ങിൽ വളരെ സൂപ്പർ ഫാസ്റ്റായിട്ടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്തത്. അതുപോലെ ഇത് വളരെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് മാത്രം നിന്നുകൊണ്ട് നമ്മൾ ചെയ്ത ഒരു ഇവൻറ്റും കൂടിയാണ്. അത് കൂടുതൽ അതിൻ്റെ ഒരു ഭംഗി ആഡ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. എനിക്ക് പേഴ്സണലി ഞാൻ ഇപ്രാവശ്യം റെഡി ആയത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. മേക്കപ്പ് ആണെങ്കിലും സാരി ഡ്രൈപ്പിംഗ് ആണെങ്കിലും ഹെയർ സ്റ്റൈൽ ആണെങ്കിലും ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് കുറേ ഞാൻ അടി കൂടിയെങ്കിലും സത്യം പറഞ്ഞാൽ അർജുൻ ചേട്ടൻ്റെ ഔട്ട്ഫിറ്റും ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, പാരലലി അനുജിത്ത്, മനു, ചിക്കു, നാദു ഒക്കെ കൂടി ഹാരം വാങ്ങിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അരുൺ ചേട്ടന് ഏറ്റവും ഇഷ്ടം തുളസി ഹാരമായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾക്ക് താമര ഹാരമായിരുന്നു. പക്ഷേ ഈ ഒരു ദിവസം ചോയ്സ് മുഴുവനും നമ്മൾ ബ്രൈഡിനും ഗ്രൂമിനും വിട്ടു കൊടുക്കേണ്ടതാണ്. അപ്പം അരുൺ ചേട്ടൻ്റെ ഫേവററ്റ് തുളസി ഹാരം തന്നെ കൊണ്ട് മനു നേരെ അമ്പലത്തിലേക്ക് വന്നു. ഞങ്ങൾ സ്പോട്ടിലെത്തി കേട്ടോ. അതായതാണ് ആ പ്ലേസ്, പുളിയാർക്കോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അമ്പലം. ഇത്രയും കാം ആൻഡ് സെറീൻ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ
സത്യം പറഞ്ഞാൽ ഭയങ്കര പ്ലീസിങ് ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഒരു കല്യാണത്തിൻ്റെ വെന്യൂവിന് ഏറ്റവും സമാധാനകരമായ ഒരു ആംബിയൻസ് ആണ് നമുക്ക് കിട്ടിയത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫാമിലി ആയിട്ട് ക്ലോസ് ആ ഒരു ക്യാൻഡിഡ് മൊമെൻറ്റ്സ് ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റി ഈ ഒരു സ്ഥലത്ത്. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും എൻ്റെ അമ്മ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അതേപോലെ വിദ്യയുടെ അച്ഛൻ, അമ്മ, വിദ്യയുടെ ചേച്ചി എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. വിദ്യയുടെ പേരൻസും വിദ്യയുടെ സിസ്റ്ററും ഒക്കെ വിദ്യേനെ എൻറ്റയർലി ഓപ്പോസിറ്റ് ആണ്. വളരെ ഷൈ, വളരെ ക്വയറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. വിദ്യ ടോട്ടലി നമ്മുടെ ഒരു വൈബാണ്. ഞങ്ങളെ പോലെ ഫുൾ നല്ല ചിരി, ബഹളം അങ്ങനത്തെ ഒക്കെ ഒരാളാണ്. അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് വിദ്യയായിട്ട് സെറ്റായി കേട്ടോ. അപ്പോൾ അവർ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് നമ്മളെ വെച്ച് നോക്കുമ്പോഴത്തേക്കും. പക്ഷെ വളരെ പ്ലീസിങ് ആയിട്ടുള്ള ആൾക്കാരാണ്. എപ്പോഴും ചിരിച്ചുകൊണ്ട് ഭയങ്കര സോഫ്റ്റ് ആൻഡ് വളരെ ഹമ്പിളായിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. ഞാൻ എപ്പോഴും മനുവിനെയും പറ്റി പറയും. അവർ ഇത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള രണ്ട് കുട്ടികളായതുകൊണ്ടും വളരെ ബ്രോഡ് മൈൻഡഡ് ആയിട്ടും ട്രൂലി അവർ അച്ഛൻ്റെ ഹാപ്പിനെസ് ആഗ്രഹിക്കുന്ന രണ്ട് കുട്ടികളായതുകൊണ്ടാണ് ഈ ഒരു കല്യാണത്തിന് വേണ്ടി അവർ ഇത്രയും ഇനിഷ്യേറ്റീവ് എടുത്ത് ഏറ്റവും ഫ്രണ്ടിൽ അവരാണ് നിൽക്കുന്നത്. അതേപോലെ എനിക്ക് എടുത്തു പറയാൻ തോന്നിയതാണ് വിദ്യയുടെ ഒരു ഫാമിലി സപ്പോർട്ട് എന്ന് പറയുന്നത്. അതായത് വിദ്യയ്ക്ക് വേണ്ടി അത്രയും സപ്പോർട്ട് കൊടുത്ത് ഇമോഷണലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ഒക്കെ എല്ലാ സപ്പോർട്ടും കൊടുത്തുകൊണ്ട് ആ ഒരു ഫാമിലി അങ്ങനെ നിൽക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര ഒരു എന്താ പറയുന്ന ഒരു സന്തോഷം തരുന്ന ഒരു കാര്യമായിരുന്നു. നാദുവിനെ പറ്റി എടുത്തു പറയണം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നാദു ഈ ഫാമിലി ആയിട്ട് മിങ്കിളായത്. പ്രത്യേകിച്ച് അരുൺ ചേട്ടൻ്റെ അടുത്തുള്ള ആ ഒരു സ്നേഹം, ആ ഒരു ഇതൊട്ടും ഒരു സ്ലോ പ്രോസസ്സല്ലായിരുന്നു. വളരെ ക്വിക്കായിട്ടാണ് നാദു അരുൺ ചേട്ടനായിട്ടുള്ള ബോണ്ട് ഡെവലപ്പ് ചെയ്തെടുത്തത്. ഇദ്ദേഹമാണ് നമ്മുടെ അമ്പലത്തിലെ സെക്രട്ടറി ജയൻ സാർ. ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ഹെൽപ്പും ചെയ്തു തന്നത് ഇദ്ദേഹമാണ്. ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കി ഈ ഒരു ദിവസം മാറ്റിത്തരാൻ നമ്മളെ ഹെൽപ്പ് ചെയ്തത് ജയൻ സാറും അമ്പാടി പോറ്റിയും കാരണം തന്നെയാണ് കേട്ടോ. എല്ലാവരുടെ മുഖത്ത് ആ ഒരു സന്തോഷം, ഇതൊരു നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ട വിഷ്വൽസ് തന്നെയാണ്. എവിടെയോ വെച്ച് 2021 ഇത് കംപ്ലീറ്റ് ഇങ്ങനെ നമ്മളിന്ന് പറിച്ചുകൊണ്ട് പോയൊരു സംഭവമാണ്. നമ്മുടെ എല്ലാവരുടെ മുഖത്തൊരു ചിരിയും സന്തോഷവും ഒക്കെ. ആൻഡ് കുറേ നാളുകൾക്ക് ശേഷം എല്ലാവരുടെ മുഖത്ത് ആ ഒരു സന്തോഷം, സമാധാനം, വൺസ് അഗെയിൻ ആ ഫാമിലി വലുതാവുന്നതിൻ്റെ ആ ഒരു സന്തോഷം ഒക്കെ നമ്മുടെ മുഖത്തേക്ക് വരുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ ദൈവത്തിനോട് തന്നെയാണ് നന്ദി പറയേണ്ടത്. ഒരു ഓപ്പർച്യൂണിറ്റി വീണ്ടും നമ്മുടെ ഫാമിലിക്ക് ഒരു ഹാപ്പിനെസ്സിനൊരു ഓപ്പർച്യൂണിറ്റി തന്നത്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ചിരിച്ചുകൊണ്ട് മാത്രം ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ള ആളാണ് അരുൺ ചേട്ടൻ. ആ അരുൺ ചേട്ടൻ്റെ മുഖത്ത് ഇടയ്ക്ക് ആ ചിരിയേ ഇല്ലായിരുന്നു. വളരെ ഡള്ളായി പോയുള്ള ഒരാളായിരുന്നു. പക്ഷെ ആൾ വീണ്ടും ആ ഒരു ചിരിയൊക്കെ ആയിട്ട് തിരിച്ച് വന്നിരിക്കുകയാണ് ലൈഫിലേക്ക്. ആൻഡ് അതിന് വിദ്യയോട് തന്നെയാണ് താങ്ക്സ് പറയേണ്ടത്. ഓരോ ഫേസിലും നമ്മുടെ ലൈഫിൽ കറക്റ്റായിട്ടുള്ള ആൾക്കാർ വരുമ്പോഴാണ് നമ്മളൊരു ഡാർക്ക് ഫേസിൽ നിന്ന് ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ ആ ഒരു വ്യക്തിക്കേ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു അവസരത്തിൽ എന്താ പറയുന്നത്, വിദ്യ ഒരു ഏഞ്ചലിനെ പോലെയാണ് വന്നതെന്ന് വേണം പറയാൻ കേട്ടോ. എനിക്ക് ആ ഒരു പോയിന്റ് ഓഫ് വ്യൂല് പറയാനാണ് ഇഷ്ടം.
ഈ ഒരു കാര്യം പറയാതെ എനിക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റില്ല. അർജുൻ ചേട്ടനെ പോലെ ഒരു ബ്രദർ എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ല എല്ലാവർക്കും ഇതുപോലൊരു ബ്രദർ ഉണ്ടെങ്കിൽ ദ ലൈഫ് ഈസ് ഗോയിങ് ടു ബി വെരി വെരി ബ്യൂട്ടിഫുൾ. എത്ര ഭംഗിയോടെ എത്ര സ്നേഹത്തോടു കൂടിയാണ് ഒരു ഫാമിലിയുടെ ക്രൈസിസിൽ എല്ലാവരെയും ഒരുമിച്ച് നിർത്തി അവരെ കെയർ ചെയ്ത് അവരുടെ എല്ലാ ആവശ്യങ്ങളും നോക്കി കൊണ്ടുപോയത് എന്നുള്ളത് എനിക്ക് വളരെ അഭിമാനം തോന്നിയ ഒരു ഫേസാണ് ഇങ്ങനെ ഒരാളുടെ വൈഫാവാൻ പറ്റിയത്. ആൻഡ് ദിസ് മാൻ ഇസ് എ കീപ്പർ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് എന്തുമാത്രം ഫാമിലിയെ സ്നേഹിക്കുന്നു. ഒരു ബ്യൂട്ടിഫുൾ ഫാമിലി മാനാണ് അർജുൻ ചേട്ടൻ. ആൻഡ് ഇന്ന് ഈ കാണുന്ന സന്തോഷത്തിനൊക്കെ ഒരു വലിയൊരു റീസൺ അർജുൻ ചേട്ടൻ തന്നെയാണ്. എനിവേ സ്റ്റേ ട്യൂൺ ഗൈസ്, നമ്മുടെ വീഡിയോ ഇവിടെ തീരുന്നില്ല. ഇനിയുള്ള പാർട്സ് ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ലവ് യു ഗൈസ് സോ മച്ച്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.